കോഴിക്കോട് തോരായിക്കടവ് പാലം തകർച്ചയിൽ വിജിലൻസിന് പരാതി നൽകി KSU. പാലം നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്നും അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്നും കാണിച്ചാണ് പരാതി. അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി ഇന്നും ആവർത്തിച്ചു. പാലം നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്ന് കാണിച്ച് നേരത്തെ തന്നെ ജനപ്രതിനിധികളും നാട്ടുകാരും പൊതുമരാമത്ത് വകുപ്പിനെ സമീപിച്ചിരുന്നു. എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായില്ല. മുൻപ് തകർന്ന കൂളിമാട് പാലത്തിന്റെ നിർമ്മാണ മേൽനോട്ട ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന് തന്നെയാണ് തോരാപ്പുഴ പാലത്തിന്റെയും മേൽനോട്ട ചുമതല. ഇക്കാര്യങ്ങളൊക്കെ നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്ന ആക്ഷേപത്തെ ശരിവെക്കുന്നതാണെന്നും അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടാണ് വിജിലൻസിന് KSU പരാതി നൽകിയത്. KSU സംസ്ഥാന കമ്മിറ്റി അംഗം AK ജാനുവാണ് പരാതി നൽകിയത്. റിപ്പോർട്ട് ലഭിച്ച ശേഷം കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ എത്ര ഉന്നതനായാലും നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇപ്പോൾ അടിയന്തരമായി തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താൻ ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. KRFB PMU പ്രൊജക്ട് ഡയറക്ടർ അത് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകും. കിഫ്ബി ഫണ്ടായതുകൊണ്ട് KRFB ആണ് ഇതിൻ്റെ വർക്ക് നടത്തുന്നത്. റിപ്പോർട്ട് ലഭിച്ച് അതിൽ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചല്ലോ, ആവർത്തിക്കുന്നില്ല, അതിൽ പോരായ്മ ഉണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള സന്ധിയും ചെയ്യാത്ത നിലപാടായിരിക്കും, കർക്കശ നിലപാട് സ്വീകരിക്കും. ഇന്നലെ ഉച്ചയ്ക്കാണ് കോഴിക്കോട് ജില്ലയിലെ അത്തോളി, ചേമഞ്ചേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന തോരായിക്കടവ് പാലം നിർമ്മാണത്തിനിടെ തകർന്നു വീണത്. മീഡിയ 1 കോഴിക്കോട്.